സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. വരൂ. അഴിമതി നടത്തിയത് ശൈലജ ടീച്ചറൊന്നുമല്ല. പി കിറ്റ് വാങ്ങിയതിലാണെങ്കിലും N95 മാസ്ക് വാങ്ങിയതിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും അതിനൊക്കെ കമ്മീഷൻ അടിച്ചതും പണം ഉണ്ടാക്കിയതും മറ്റു പല ആളുകളും. പ്രിയപ്പെട്ട ആള് ഞാൻ മറവിന്ന് പുറത്തേക്ക് വരാം. 3 ഇരട്ടി വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങും. അത് കഴിഞ്ഞിട്ട് അത് അന്നത്തെ കോവിഡ് കാല സാഹചര്യം മുൻനിർത്തി അതിനെ ന്യായീകരിക്കും. നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാരനാണ്. രണ്ടാം പിണറായി സർക്കാരിന് വളരെ കഷ്ടമാണ്. സർക്കാരിന്റെ കാര്യം അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ മന്ത്രിമാരെ എല്ലാവരും സെക്രട്ടറിമാരെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സെക്രട്ടറിമാരെ കാണുമ്പോൾ മന്ത്രിമാരെ എഴുന്നേറ്റ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഞാൻ മന്ത്രിമാരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇതുപോലെ ചർച്ചക്കിടയിൽ പേരെടുത്ത് പറയാൻ ശ്രമിച്ചാൽ വലിയ വിവാദം ഉണ്ടായതാണ്. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. പേരെടുത്ത് പറയാൻ തുടങ്ങി ഏതാണ്ട് 20 മന്ത്രിമാരുടെ പേര് നമ്മൾ പറയുന്നത് വളരെ കൗതുകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ മിക്കവാറും മന്ത്രിമാര് മേൽ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരും സെക്രട്ടറിമാര് തൊട്ട് താഴെയുള്ള കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരും. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനെ ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? ചില സന്ദർഭങ്ങളിൽ ചില പ്രത്യേക വകുപ്പുകൾ ഭരിക്കുന്ന മന്ത്രിമാർ താരതമ്യേന കീഴ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവർ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സ്വാഭാവികമായിട്ടും മന്ത്രി സെക്രട്ടറിയെ കാണുമ്പോൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ വന്ദിക്കുകയും ചെയ്യേണ്ട ഒരു ഗതികേട്. പിന്നെന്തിനെ കുഞ്ഞു കുഞ്ഞു തൊഴുന്നത്? ഇനി ഇതിന്റെ പേരിൽ തല്ലുകൊള്ളാൻ കഴിയില്ലാത്തോണ്ട് രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നു, ഭരണപരമായ തീരുമാനം എടുക്കുന്നു സെക്രട്ടറി ആയിട്ട് മാറും. മന്ത്രിക്ക് അവിടെ യാതൊരു റോളും. ഇങ്ങനെയും ചില വകുപ്പുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഏതൊക്കെ വകുപ്പാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് കാണുന്ന ആളുകൾ വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. അല്ലെ അറിയാവുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നു. എനിക്ക് മനസ്സിലായി. അപ്പൊ എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പാർട്ടിയാണ് ഇവിടെ ജോൺ പറഞ്ഞ പോലെ പാർട്ടിയാണ് ഭരിക്കുന്നത്. അപ്പൊ പാർട്ടിയിലെ മേൽ കമ്മിറ്റിക്കാരനാണ് സെക്രട്ടറി ആയിട്ട്, താഴെ കമ്മിറ്റിയിലുള്ള ആളാണ് മന്ത്രി ആയിട്ടിരിക്കുന്നത്. മന്ത്രിക്ക് യാതൊരു വിലയില്ല, സ്വാഭാവികമല്ലേ? അവൻ പറഞ്ഞ നേരാ. അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് ഈ പാർട്ടിയുടെ സംവിധാനം ഉപയോഗിച്ച് പാർട്ടിയുടെ സൗകര്യം ഉപയോഗിച്ച് വലിയ കൊള്ളകൾ നടത്തുന്നു. ഇപ്പൊ തിരുവനന്തപുരം മേയറുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇത് തന്നെയാണ്. എന്തിനാ ഇന്നും വന്നേ? എട്ടുപൊട്ട് തിരിയാത്ത ഒരു ചെറുപ്പക്കാരിയെ പിടിച്ച് മേയറാക്കി. എല്ലാവരും സന്തോഷിച്ചു, കൈയടിച്ചു, പ്രോത്സാഹിപ്പിച്ചു. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. പക്ഷെ നമുക്ക് അതേ അറിയാം ഇവരെ ഇരുത്തിക്കൊണ്ട് വലിയ കൊള്ളയാണ് നടക്കാൻ പോകുന്നത്. ഇവർക്ക് ഒന്നാമത് ഒന്നും അറിയില്ല. ഇത്ര നല്ലൊരു പെൺകുട്ടിയെ ഞാൻ ഒരു ജീവിതത്തിൽ കണ്ടിട്ടില്ല. രണ്ടാമത് അറിവുള്ള ആളുകളല്ല, വലിയ കൊള്ളക്കാരാണ്, ചൂഷകരാണ്, അപ്പുറം നിൽക്കുന്നത്. എന്നെ സംശയിക്കരുത്. ഇവർ ഈ സാധു പെൺകുട്ടിയെ മുൻനിർത്തിയിട്ട് വലിയ തട്ടിപ്പുകൾ നടത്തും. അതിലിപ്പോ സംഭവിച്ചത്. അപ്പൊ പാർട്ടിക്കാര് കാലേ ഇരുന്ന് ഭരിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ മൊത്തത്തിൽ ഭരണതലത്തിൽ സംഭവിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ഒരു നീരാളിപ്പിടുത്തമെന്നോ ധൃതരാഷ്ട്ര ആലിംഗനം എന്നോ പറയാവുന്ന ഒരു അവസ്ഥ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ ആനാവൂർ നാഗപ്പൻ ഒരേ സമയത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ്, പാർട്ടി ജില്ലാ സെക്രട്ടറിയുമാണ്. അതെങ്ങനെ സംഭവിക്കും? അത് ഒരിക്കലും പാടില്ലാത്തതാണ്. ഇരട്ട പദവി പാർട്ടി അംഗീകരിച്ചു. പക്ഷെ ആനാവൂരിന് ഈ നിയമം ബാധകവുമല്ല. അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരിക്കുകയും ചെയ്യാം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ട് തുടരുകയും ചെയ്യും. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവും. അപ്പൊ കേരളത്തിൽ ഇപ്പോൾ യഥാർത്ഥ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണോ ആനാവൂർ നാഗപ്പനാണോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം ആനാവൂർ നാഗപ്പൻ അത്രയധികം ശക്തനായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് വളരെ സ്നേഹവും ബഹുമാനവുമുള്ള താല്പര്യമുള്ള ഞാൻ ഏറ്റവും വിലമതിക്കുന്ന ഒരു CPM നേതാവാണ് ശ്രീ ഗോവിന്ദൻ മാഷ്. ഇവിടെ ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം നിയമപരമായിട്ടും സാങ്കേതികമായിട്ടും ശരിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് പല ആരോപണങ്ങൾ പത്രത്തിൽ വരും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മാറ്റി ഒന്ന് തിരിച്ചെടുക്കണം. സാധ്യമല്ല. അയ്യോ, അങ്ങനെ ഒരു അവസാന വാക്ക് പറയരുത്. പക്ഷെ അദ്ദേഹത്തെ പോലീസ് പ്രതിയാക്കിയിട്ടില്ല, കസ്റ്റംസ് പ്രതിയാക്കിയിട്ടില്ല, NIA പ്രതിയാക്കിയിട്ടില്ല, ആരും പ്രതിയാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് പ്രതിപട്ടികയിൽ വന്നിട്ടില്ല. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എല്ലാം പൊളിയൊന്നും ഉറപ്പായല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് ഇന്നലെ ഇവരുടെ കൈരളി ചാനലിൽ വന്നത് ശിവശങ്കറുമായി കസ്റ്റംസുകാർ കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ്. ഒന്നും ആ വാക്കും ശ്രദ്ധിക്കും. അദ്ദേഹത്തെ ചോദ്യം ചെയ്യല്ല, അദ്ദേഹത്തെ കൂടിക്കാഴ്ച നടത്തുന്നു. അദ്ദേഹത്തിന്റെ മകൾക്ക് കല്യാണം ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവാധീനായി അങ്ങനെ പറയാം. മാധ്യമ പ്രവർത്തനത്തിന് പല സാധ്യതകളും പല സ്വാതന്ത്ര്യങ്ങളും. പത്രത്തിന്റെ ഫ്രണ്ട് പേജിലാണ് വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നിരിക്കുന്നത്. ഇനി നിന്നെയൊന്നും എനിക്ക് ആവശ്യമില്ല. ഏതായാലും ശിവശങ്കറിനെ ചോദ്യം ചെയ്തു 9 മണിക്കൂർ എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. എന്താണ് കസ്റ്റംസുകാർക്ക് കിട്ടിയെന്ന് ആർക്കും വ്യക്തമല്ല. കസ്റ്റംസുകാരെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അടുക്കരുത്, അടുക്കൂടാതെ ഞാൻ മോശക്കാരനൊക്കെ മോശക്കാരൻ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ ഒരു IAS ഉദ്യോഗസ്ഥനോ അല്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിലെ വേറെ IAS ഉദ്യോഗസ്ഥൻ, ഞാൻ ആരുടെ പേര് പറയുന്നു, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിന്ന് എന്തെങ്കിലും കൊള്ളരായ്മ കാണിച്ചാൽ അതിന് സർക്കാരിന് സാങ്കേതികമായ ഒരു ഉത്തരവാദിത്തമേ വരികയുള്ളൂ. അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് നേരിട്ട് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകുകയില്ല. പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം
അതെ, കാര്യമുണ്ട് അതുകൊണ്ട് ഇവിടെ ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ അങ്ങനെ വേറൊരു IAS ഉദ്യോഗസ്ഥനല്ല. അദ്ദേഹം IT സെക്രട്ടറി മാത്രമല്ല, അതിലുപരി മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. സൂട്ടിട്ടത് കൊണ്ട് മാത്രമായില്ലല്ലോ, അന്തസ്സോടെ പെരുമാറാൻ പഠിക്കണം. അതുപോലെ തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വരെ ഇദ്ദേഹത്തിന്റെ എല്ലാ ചേഞ്ചുകളെയും ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് അതിന്റെ സീരിയസ്നെസ് വന്നത്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഒരു പ്രതിരൂപമാണ് ശിവശങ്കരൻ. ഈ സ്പ്രിംഗ്ലർ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ശിവശങ്കരൻ വഹിച്ചിട്ടുള്ള പങ്ക് എന്താണ്? ഇടതുമുന്നണിയിൽ ഐക്യം സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങൾ എന്തൊക്കെയാണ്? MN സ്മാരകത്തിൽ പോയി കാനൻ രാജേന്ദ്രനായിട്ട് സംസാരിച്ചു. ഇന്ന ദിവസം വരെ ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥന് MN സ്മാരകത്തിൽ പോയിട്ടുണ്ട്? ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റും. ഒരാളും പോയിട്ടില്ല. റവന്യൂ സെക്രട്ടറി പോലും പോയിട്ടാവാൻ സാധ്യതയില്ല. അഗ്രികൾച്ചർ സെക്രട്ടറിയും പോയിട്ടുണ്ടാവില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അവർ സെക്രട്ടേറിയറ്റിൽ നിന്ന് കാര്യങ്ങൾ നോക്കിയാൽ MN സ്മാരകത്തിൽ പോയി കാനൻ രാജേന്ദ്രനോ പന്നീർ രവീന്ദ്രനോ ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കില്ല. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥൻ ജോലി സമയത്ത് TV ചാനലിൽ പോയിട്ട് ഇന്റർവ്യൂ കൊടുത്തത് നിങ്ങൾക്ക് അറിയാമോ? എൻ്റെ അറിവിൽ എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു, അദ്ദേഹം സർക്കാരിന് വേണ്ടപ്പെട്ട ആളാണ് എന്ന ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിന്റെ പുറത്താണ് ഇതുപോലെ ഭയാനകമായ ഒരു ആരോപണം. വെറും സ്വർണ്ണക്കടത്തല്ലല്ലോ, ഇതിന് ജാമ്യം കിട്ടൂല. ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പ്രശ്നമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് ഇങ്ങനെ സപ്പോർട്ടായിട്ടില്ല. അങ്ങനെ ഇത്ര പ്രോംപ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലെ അതിഭയാനകമായ ഒരു കള്ളക്കടത്ത് അല്ലെങ്കിൽ ദേശദ്രോഹ പ്രവർത്തനം, രാജ്യദ്രോഹം നടക്കുമ്പോൾ അതിന് ചൂട്ടുപിടിച്ചു എന്ന് ജനസാമാന്യത്തിന് ബോധ്യമുള്ളൊരു കാര്യത്തിൽ പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ. ഈ ശിവശങ്കറിന് ഇപ്പോഴും മുഖ്യമന്ത്രിയും അതുപോലെ ഗോവിന്ദ മാഷ പോലുള്ള ആൾക്കാർ എടുത്ത് ഒക്കത്തോ ചൂണ്ടെടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഫലം എന്തായിരിക്കും എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. രാജേഷ് പറഞ്ഞ വഴിക്ക് പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ ഉടച്ചിട്ടാ വന്നേക്കണേ. എന്തിനാണെന്നറിയാമോ? സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ. സസ്പെൻഡ് ചെയ്ത വിഷയം പോയില്ലേ? അതുകൊണ്ട് ഗോവിന്ദ മാഷ് ഇവരുടെയൊക്കെ അജണ്ട നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇടതുപക്ഷക്കാർ ഈ കോൺഗ്രസ്സുകാരും BJP-ക്കാരും ഒക്കെ കൊട്ടുന്ന താളത്തിന് തുള്ളാൻ നിന്നാൽ അവർ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സസ്പെൻഡ് ചെയ്യാതിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവരിത് പറയുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവും. കുടുംബം നന്നായ സമൂഹം നന്നാവും. സമൂഹം നന്നായ രാജ്യം നന്നാവും. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.